പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നമ്മുടെ ആരാധനാക്രമം അനുസരിച്ച് കൊഹനെ ഞായറാണ്. മരിച്ചുപോയ എല്ലാ വൈദികരെയും ഓർക്കുന്ന അനഘമായ ഒരു സുദിനം. ഇന്നത്തെ വിചിന്തന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 45 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ പുരോഹിതനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. ഒന്നാമത്തെ കാര്യം ഇതാണ്: ആരാണ് പുരോഹിതൻ? ആരാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്? എന്താണ് അദ്ദേഹത്തിന്റെ ദൗത്യം? എന്തൊക്കെ ഗുണഗണങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടത്? ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഈ സുവിശേഷ ഭാഗം പ്രതിപാദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആരാണ് പുരോഹിതൻ? ദൈവഭവനത്തിന്റെ കാര്യസ്ഥനാണ് പുരോഹിതൻ. വചനം പറയുന്നത് അങ്ങനെയാണ്. ദൈവഭവനത്തിന്റെ കാര്യസ്ഥനാണ് പുരോഹിതൻ. ദൈവത്തിനും മനുഷ്യനുമിടയിൽ നിന്ന് പാലം പണിയുന്നവനാണ് പുരോഹിതൻ. ദൈവത്തിനും മനുഷ്യനുമിടയിലുള്ള ഗോവേണിയാണ് പുരോഹിതൻ. അപ്പോൾ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനത്തെ സംരക്ഷിക്കേണ്ട, ദൈവത്തിന്റെ ഭവനത്തെ പരിപാലിക്കേണ്ട വലിയ ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ്. പ്രഭാഷകന്റെ പുസ്തകം 45 അധ്യായം 15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി ദൈവം നിത്യമായ ഉടമ്പടിയിലൂടെ നിയോഗിച്ചവനാണ് പുരോഹിതൻ. അപ്പോൾ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയിക്കുന്ന കർമ്മങ്ങൾ, ദൈവം ഭരമേൽപ്പിച്ച കർമ്മങ്ങൾ ചെയ്യാൻ നിയുക്തനാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ആരാണ് പുരോഹിതനെ നിയമിക്കുന്നത്? യജമാനനാണ്, ദൈവമാണ്. ദൈവം നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാണ് പുരോഹിതൻ. നമുക്ക് നിരവധിയായ വചനഭാഗങ്ങൾ ഇത് സാധൂകരിക്കാനുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ലാതെ ആർക്കും ഈ ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല എന്ന ലേഖനഭാഗം നമ്മൾ ഓർക്കാം. പ്രഭാഷകന്റെ പുസ്തകം 45 അധ്യായം 16 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവത്തിനു വേണ്ടി ബലി അർപ്പിക്കാനും കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും മാനവകുലത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് പുരോഹിതൻ. മർക്കോസിന്റെ സുവിശേഷം 3 അധ്യായം 16 വാക്യത്തിൽ ഇപ്രകാരം പറയും: ക്രിസ്തു തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു എന്ന്. അപ്പോൾ ഒരു പുരോഹിതനാകുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷനല്ല, ഒരു ചോയ്സ് അല്ല, പകരം ദൈവത്തിന്റെ അനഘമായ ഒരു തിരഞ്ഞെടുപ്പാണ്, ദൈവത്തിന്റെ ഒരു വിളിയാണ്. ദൈവത്താൽ മാത്രം നിയോഗിക്കപ്പെടുമ്പോൾ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ശുശ്രൂഷയാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷ ഭാഗം ഓർത്തു നോക്കൂ. ദൈവം തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ഓർത്തു നോക്കിയാൽ നമ്മുടെ കൺമുമ്പിലുള്ള പുരോഹിതന്മാരെയൊക്കെ ദൈവം ഇഷ്ടപ്പെട്ടതാണ്. എന്തുകൊണ്ട് ദൈവം അവരെ ഇഷ്ടപ്പെട്ടു എന്നതിന് സുവിശേഷം ഒരു തെളിവും നൽകുന്നില്ല. അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. എത്ര ബലഹീനതകളുണ്ടെങ്കിലും, എത്ര കുറവുകളുണ്ടെങ്കിലും, എത്ര അറിവില്ലായ്മയുണ്ടെങ്കിലും ആ വ്യക്തിയെ പുരോഹിതനാകാൻ ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തവരെ വിധിക്കാൻ നമ്മൾ ആരാണ്? നമ്മളുടെ ജീവിതത്തിൽ വ്യത്യസ്തരായ പുരോഹിതന്മാരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഗുണങ്ങൾ അധികമുള്ളവരും ഗുണങ്ങൾ കുറവുള്ളവരും, കഴിവ് അധികമുള്ളവരും കഴിവ് കുറഞ്ഞവരും, ആളുകളെ സ്വാധീനിക്കാൻ വളരെ വേഗത്തിൽ കഴിയുന്നവരും അത് അത്ര വേഗത്തിൽ കഴിയാത്തവരും, മികച്ച സംഘാടകരായ വൈദികരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അങ്ങനെ അല്ലാത്തവരെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഏതായാലും അവരെ നാം വിധിക്കേണ്ടതില്ല. ദൈവത്താൽ ഇഷ്ടപ്പെട്ടവരാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. എന്താണ് പുരോഹിതന്റെ ദൗത്യം? വചനം പറയുന്നു: കൃത്യസമയത്ത് തന്റെ ഭവനത്തിലുള്ളവർക്ക്, ദൈവത്തിന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകാൻ യജമാനൻ നിയോഗിച്ച ഭൃത്യനാണ്.
അവന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് അവന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു ഭൃത്യന്റെ സ്റ്റാറ്റസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു യജമാനനെ പോലെ പെരുമാറാൻ അവന് അർഹതയില്ല. ഒരു ഭൃത്യനെ പോലെ പെരുമാറുക എന്നതാണ് ഒരു വൈദികന്റെ ഏറ്റവും വലിയ ദൗത്യം. കാരണം അവൻ ദൈവത്തിന്റെ ഭൃത്യനാണ്. നിലനിൽപ്പിന്, മനുഷ്യ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ഭക്ഷണം. മനുഷ്യന്റെ ആത്മാവിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ വിശുദ്ധ കുർബാന പങ്കുവെച്ചു കൊടുക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് പുരോഹിതൻ. അതുകൊണ്ട് പുരോഹിതന്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ബലി അർപ്പിക്കുക എന്നതാണ്. പ്രഭാഷകന്റെ പുസ്തകം 45 അധ്യായം 16 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിന് ദൈവം നിയോഗിച്ചവനാണ് പുരോഹിതൻ. അതുകൊണ്ട് ബലിയർപ്പണം, വിശുദ്ധ കുർബാനയുടെ അർപ്പണം, വിശുദ്ധ കുർബാനയുടെ പരികർമ്മം എന്ന് പറയുന്നത് വൈദികന്റെ പ്രഥമവും പ്രധാനവുമായ ദൗത്യമാണ്. ജനത്തിനു വേണ്ടി ആത്മീക ഭക്ഷണം കൊടുക്കുക, അതുപോലെ ജനത്തിനു വേണ്ടി ഭൗതികമായ ബുദ്ധിപരമായ ഭക്ഷണം കൊടുക്കേണ്ടതും പുരോഹിതന്റെ ധർമ്മമാണ്. പ്രഭാഷകന്റെ പുസ്തകം 45 അധ്യായം തന്നെ 17 വാക്യത്തിൽ ഇപ്രകാരം പറയും: തന്റെ പ്രമാണങ്ങൾ ജനത്തെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. സേവകനായ ഈ മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ അധികാരം ഇതാണ്: ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന പ്രമാണങ്ങൾ പഠിപ്പിക്കേണ്ട, നമുക്ക് മാർഗനിർദ്ദേശം നൽകേണ്ട വലിയ കടമ പുരോഹിതനുണ്ട്. അവന് ഉള്ള മറ്റൊരു കടമയാണ് പാപങ്ങൾ മോചിക്കാനും ബന്ധിക്കാനുമുള്ള ദൗത്യം. പുരോഹിതന് മുമ്പിൽ, ദൈവത്തിന്റെ പ്രതിനിധിയായ പുരോഹിതന് മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറയാനുള്ള വലിയ അവകാശം നമുക്കുണ്ട്. ആ പാപങ്ങൾ മോചിക്കാനുള്ള വലിയ ദൗത്യം പുരോഹിതനുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ബലിയർപ്പിക്കാൻ, ജനത്തെ പഠിപ്പിക്കാൻ, ജനത്തിന്റെ പാപങ്ങൾ പരിഹരിക്കാൻ വൈദികനെ ദൈവം അഭിഷേചിച്ച് ദൗത്യം നൽകി നിയമിച്ചിരിക്കും. ഈ വൈദികന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയെന്നാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനായിരിക്കണം. എന്തിനാണ് വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാകുന്നത്? കാരണം യജമാനൻ എപ്പോഴാണ് വരുന്നത് എന്നറിയില്ല. നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴാണ് അവസാനിച്ചു പോകുന്നത് എന്നറിയില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. അതുകൊണ്ട് ആ ജാഗ്രത നമ്മളെ പരിശീലിപ്പിക്കേണ്ടവരാണ് പുരോഹിതർ. ജാഗ്രതയുടെ 2 ഭാവങ്ങളാണ് വിശ്വസ്തതയും വിവേകവും. ദൈവത്തോട് അനന്തമായ വിശ്വസ്തത പുലർത്തുക, ദൈവത്തോട് നിലനിൽക്കുന്ന നിത്യമായ വിശ്വസ്തത പുലർത്തുക, ജനത്തിന്റെ മുമ്പിൽ വിവേകപൂർവ്വം പെരുമാറുക. ഈ 2 ഗുണങ്ങൾ ഉണ്ട് എങ്കിൽ ദൈവത്തിന്റെ പുരോഹിതൻ പൂർണ്ണനാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ ദൈവം അവനെ നിയോഗിച്ചുകൊള്ളും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പുരോഹിതനെ കുറിച്ചുള്ള ഒരു ശരിയായ ബോധ്യം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്: നമ്മളുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ആരംഭം മുതൽ ഇന്ന് വരെ എത്രയധികം പുരോഹിതന്മാർ നമ്മെ ആശീർവദിച്ച് കടന്നുപോയിട്ടുണ്ട്. എത്രയധികം പുരോഹിതന്മാർ നമുക്ക് വേണ്ടി പാപപരിഹാര ബലികൾ അർപ്പിച്ചിട്ടുണ്ട്. എത്രയധികം പുരോഹിതന്മാർ നമുക്ക് വേണ്ടി ധൂപാർപ്പണം നടത്തിയിട്ടുണ്ട്. എത്രയധികം പുരോഹിതന്മാർ നമുക്ക് വചനം വ്യാഖ്യാനിച്ചു തരികയും നമ്മളുടെ ജീവിതത്തെ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരെ ഓർക്കാതെ പോകുന്നത് ശരിയല്ല. നമുക്ക് അവരിൽ ഒത്തിരി കുറവുകൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. അവരിൽ ചിലർ ഒരുപക്ഷെ മോശമായി ജീവിച്ച സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായേക്കാം. പക്ഷെ ഓർത്തു നോക്കൂ, 2000 വർഷത്തെ സഭയുടെ പാരമ്പര്യത്തിൽ, ചരിത്രത്തിൽ എത്ര അസംഖ്യം പുരോഹിതന്മാർ അവരുടെ ജീവിതത്തിന്റെ നിർമ്മലത കൊണ്ട്, അവരുടെ ജീവിതത്തിന്റെ നിഷ്കളങ്കത കൊണ്ട്, അവരുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനയും പ്രവർത്തനവും കൊണ്ട് സഭയെ, ഈ വലിയ ക്രിസ്തുവിന് പിന്നോട്ടുള്ള, ക്രിസ്തുവിന്റെ ആദിശിഷ്യന്മാർക്ക് ശേഷമുള്ള ഇന്നുവരെയുള്ള സഭാ സമൂഹത്തെ നയിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തെ നമ്മൾ മറന്നുപോകരുത്. നമ്മുടെ രൂപതാ കേന്ദ്രങ്ങളിലും ആശ്രമങ്ങളിലും ഒക്കെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമായ പുരോഹിതരെ നമ്മൾ ഓർക്കണം. നമുക്ക് കൂദാശകൾ പരികർമ്മം ചെയ്ത് കടന്നുപോയ, ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കടന്നുപോയ വൈദികരെ നാം ഇന്ന് ഓർക്കണം.
ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് നമ്മോടൊപ്പമുള്ള പുരോഹിതർ, അവരുടെ കുറവുകളും മേന്മകളും എന്തൊക്കെയായാലും അവരും ഈ മാനവ കുലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മനുഷ്യന്റെ പ്രധാന സ്വഭാവമായ മണ്ണിന്റെ എല്ലാ ബലഹീനതകളുമുള്ളവരാണ് അവർ. ഈ മണ്ണിനെ ദൈവം കൈകളിലെടുത്ത് ഒരു കുശവനെ പോലെ മെനഞ്ഞ് അതിലേക്ക് പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ച് നിനക്ക് വേണ്ടി അഭിഷേകം ചെയ്തവനാണ് ഒരു പുരോഹിതൻ. നമ്മുടെ മുൻപിലുള്ള പുരോഹിതനെ മറന്നുപോകരുത്. അവരുടെ ശുശ്രൂഷയെ മറന്നുപോകരുത്. നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ സ്നേഹം കൊണ്ട്, നമ്മളുടെ കടപ്പാടുകൾ കൊണ്ട് അവരുടെ ജീവിതത്തെ മനോഹരമാക്കുന്നതിന് നമുക്കും വലിയ ദൗത്യമുണ്ട് എന്നോർക്കുക. നമ്മുടെ പുരോഹിതന്മാരെ തിരിച്ചറിയുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അവരുടെ നന്മകളെ പ്രശംസിക്കുന്നതിനും കൂടുതൽ നന്മകളിലേക്ക് വളരാൻ അവരെ പ്രചോദിപ്പിക്കുന്നതിനും നമ്മളുടെ ഈ ആചരണം ഇടയാക്കി തീർക്കണം. നമ്മുടെ എല്ലാ പുരോഹിതന്മാരെയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം.